ശ്രീ ആദർശം സജി, ഈ തവണത്തെ ഈ ജെൻസി പ്രക്ഷോഭത്തിൽ പല മനോഹരമായ കാഴ്ചകളും കണ്ടു. ലാത്തി വീശിയപ്പോഴൊക്കെ അവർ പാട്ട് പാടുന്നു, നൃത്തം ചെയ്യുന്നു, ജലപീരങ്കി പ്രയോഗിക്കുമ്പോൾ നൃത്തം ചെയ്യുന്നു. അതുമാത്രമല്ല, ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നു, പ്ലക്കാർഡുകൾ, പൂക്കൾ, അതിനൊക്കെ അപ്പുറം പല ഭാഗങ്ങളിൽ നിന്ന് താങ്കൾ ഒരുപക്ഷെ അത് അനുഭവിച്ചിട്ടുണ്ടാവും. അവിടെ ആ സമരവേദിയിലേക്ക് എത്തിയ ആളുകൾക്ക് പിന്നെ നേരിട്ട് വരാൻ കഴിയില്ല. അതുകൊണ്ട് സ്വിഗ്ഗി വഴി, സൊമാറ്റോ വഴി, ഭക്ഷണമാണെങ്കിൽ ഭക്ഷണം, ഡ്രസ്സാണെങ്കിൽ ഡ്രസ്സ്, ഇതിന് നടക്കാൻ ചെരുപ്പ്, അങ്ങനെ പല കാര്യങ്ങൾ, സാനിറ്ററി നാപ്കിൻസ്, അങ്ങനെ പലതും പല ഭാഗങ്ങളിൽ നിന്ന് വന്നു. അപ്പോൾ എത്താൻ കഴിയാത്തവർ പോലും ഈ സമരത്തിന്റെ ഭാഗമാണ്, ഞങ്ങളുണ്ട് കൂടെ എന്നുള്ളൊരു സന്ദേശം നൽകിയ ഒരു സമരം കൂടിയാണിത്. ലോകത്താകമാനമുള്ള ഇന്ത്യക്കാർ ഈ സമരത്തിനോടൊപ്പം നിന്നു എന്നുള്ളതാണ്. വിവിധ രാജ്യങ്ങളിൽ, ഇന്ത്യയിൽ നിന്ന് പ്രവാസത്തിന് വേണ്ടി പോയ വിവിധ രാജ്യങ്ങളുള്ളവരും രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ഈ BJPക്കെതിരായി ഉയർന്നു വന്ന ഈ സമരത്തെ, രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ബാധിച്ച ഈ വിഷയത്തെ, ആ സമരത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സമരകേന്ദ്രത്തിലേക്ക് നമുക്കറിയാം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഈ ആബാല വൃദ്ധജനങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം, കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ ഈ സമരത്തിന് ഐക്യദാർഢ്യമായി വന്നത് നമ്മൾ കണ്ടതാണ്. അതായത് 20-ാം തീയതിക്ക് ശേഷം അവിടെ വൈദ്യുതി കണക്ഷൻ കട്ട് ചെയ്തു, അതായത് ഭക്ഷണ സാധനങ്ങൾ അകത്തേക്ക്, ഭക്ഷണം, കുടിവെള്ളം ഇത് അകത്തേക്ക് കൊണ്ടുവരുന്നത് അവർ തടഞ്ഞു. ഇന്റർനെറ്റ് ഫെസിലിറ്റീസ് ആകെ അവിടെ ജാമാക്കി വെച്ചു. അതായത് ഒരു നിലയിലും ഈ സമരത്തെ എങ്ങനെ അടിച്ചമർത്താം, അതായത് ഭക്ഷണം കിട്ടാതിരിക്കുക, വെള്ളം കിട്ടാതിരിക്കുക, ആ നിലയിൽ അടിച്ചൊതുക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ രാജ്യത്തെ ജനങ്ങൾ, ഈ ഇന്ത്യൻ ജനത ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഇന്ത്യൻ ജനത തോറ്റുകൊടുക്കാൻ തയ്യാറായില്ല എന്നുള്ള പ്രഖ്യാപനമാണ് അവിടെ നടന്നത്. അതുകൊണ്ടാണ് എന്തൊക്കെ സംവിധാനം ഉപയോഗിച്ച് ഈ സമരത്തെ അടിച്ചമർത്താൻ, ഇല്ലാതാക്കാൻ, ഭക്ഷണം കൊടുക്കാതിരിക്കാൻ, വെള്ളം എത്തിക്കാതിരിക്കാൻ എല്ലാം പരമാവധി അതിനെല്ലാം തടസ്സപ്പെടുത്തിയപ്പോൾ അവിടെ ജനങ്ങളാകാൻ അതിന് പ്രതിരോധമായി വന്നത്. ഇപ്പോൾ ലാത്തി കൊണ്ട് വിദ്യാർത്ഥികളെ മർദ്ദിച്ച പോലീസുകാർക്ക് തിരിച്ച് നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മെലഡി മിഠായി നൽകിയാണ് വിദ്യാർത്ഥികൾ പ്രതിരോധിച്ചത്. അടിച്ച പോലീസുകാർക്ക് റോസാപ്പൂക്കൾ കൈമാറിയാണ് വിദ്യാർത്ഥികൾ. കാരണം വിദ്യാർത്ഥികൾ ഒരു നിലയിൽ അക്രമത്തിന് വേണ്ടിയല്ല, ഇന്ത്യൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സമരമാണ്. അവിടെ ഇരിക്കുന്ന ഞങ്ങളെ മർദ്ദിച്ച പോലീസുകാരുടെ മക്കളും ഇതിന്റെ ദുരിതം അനുഭവിക്കുന്നവരുണ്ട്. അമിത്ഷായുടെ നിർദ്ദേശം വന്നു കഴിഞ്ഞാൽ അത് അനുസരിക്കുക എന്നുള്ളതല്ലാതെ ഈ പോലീസുകാർക്കോ അതുമായി ബന്ധപ്പെട്ടുള്ള CRP ആളുകൾക്കോ മനസ്സിലാവത്തില്ലല്ലോ. പക്ഷേ അവർ ഞങ്ങളെ മർദ്ദിക്കുമ്പോഴും ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് എന്നുള്ളത് ഞങ്ങൾക്ക് പല അവസരത്തിലും ആ സമരവേദിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചതാണ്. അതായത് ഒരു കലാപരമായ രീതിയിൽ പ്രതിരോധം കൊണ്ട്, സംസാരം കൊണ്ട്, സംഭാഷണങ്ങൾ കൊണ്ട്, ചിത്രം കൊണ്ട്, ആ നിലയിലെല്ലാം തന്നെ ആ സമരകേന്ദ്രം സർഗാത്മക കേന്ദ്രമായി മാറി. അത് നരേന്ദ്രമോദി അതുകൊണ്ട് മാത്രം തന്നെയാണ് ഈ സമരം ഈ വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചത്. ഇവിടെ ആദ്യം പറഞ്ഞ ഒരു കാര്യം എന്നൊരു സന്ദേശം നൽകിയ ആ ചില ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ ഈ ജനത തോറ്റിട്ടില്ല, ജനാധിപത്യം മരിച്ചിട്ടില്ല നമ്മുടെ രാജ്യത്ത് എന്ന് നമുക്ക് ഉറപ്പ് നൽകുന്ന കുറേയധികം ദൃശ്യങ്ങൾ നമ്മൾ കണ്ട സമരപ്പകൽ കൂടിയാണ്.